രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നെന്തോ ഇന്ത്യയുടെ സംസ്കാരത്തെ ഉണർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ അറിവിൽ കേരളത്തിലും ഇന്ത്യയിലും നിക്കർ ധരിക്കുന്ന 2 വിഭാഗമേ ഉള്ളൂ. ഒന്ന് LP സ്കൂളിലെ പിള്ളേര്, പിന്നൊന്ന് RSSകാരന്മാര്. നിക്കർ ഇട്ടുകൊണ്ട് ടിൻഡുമാരെ പോലെ കടന്നു വരുന്ന ഈ RSSകാരന്മാരാ വലിയ തോതിൽ അങ്ങ് രാജ്യസ്നേഹം പറയുന്നത്. ചെരുപ്പിടില്ല, ചെരുപ്പിട്ട ഭൂമിദേവിക്ക് നോവുമെന്നാ പറയുന്നത്. ഭൂമിദേവിക്ക് നോവുമെന്ന് പറഞ്ഞ് ചെരുപ്പിടാതെ നടക്കുന്ന യവന്മാരാണ് ഗുജറാത്തിനകത്ത് നിറഗർഭിണിയായിരുന്ന സ്ത്രീയുടെ വയറ്റിലേക്ക് ശൂലം കുത്തിക്കയറ്റി ഗർഭസ്ഥ ശിശുവിന് ശൂലം കഴിക്കുവാൻ കൊടുത്ത, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇന്ത്യയെ ബ്രിട്ടീഷുകാരൻ ഒറ്റുകൊടുത്ത RSSകാരന്റെ മുമ്പിൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് പറയുന്ന പ്രസ്ഥാനം അതാണ് DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം. DYFI ഈ നാടിന്റെ സമര യൗവനമാണ്. ഞങ്ങൾ ഈ നാടിന്റെ കാവൽക്കാരായി മാറിയിരിക്കുന്ന പ്രസ്ഥാനമാണ്. ഈ നാട് സമാധാനപൂർണമായി ഇന്നും പോകുന്നത് ഞങ്ങൾ തെരുവിലൊരുക്കിയ ചോരയുടെ ഭാഗമായിട്ടാണ്. കേരളം എന്ന് പറയുന്ന ഈ സുന്ദരമായ സ്ഥലത്ത് ഇന്ന് വരെ ഒരു വർഗീയ കലാപം നടക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ നാടിന്റെ മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനം അതാണ് DYFI. ആ DYFIക്കാരന്റെ മുഖത്ത് നോക്കി ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് മാധ്യമങ്ങളോ പിന്നീട് തിന്നങ്ങ് കൂമ്പ വീർപ്പിച്ച് ആര്യാടനോ എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും കേട്ട് പുറകോട്ട് പോകുന്നവരല്ല, നട്ടലുള്ളവന്റെ നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്നവന്റെ പ്രസ്ഥാനമാണ് ഞങ്ങൾ DYFI എന്ന് അഭിമാനത്തോടു കൂടി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ചെങ്കോട്ടയുടെ നെറുകയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ലോകമുറങ്ങിക്കിടക്കവേ നൂറ്റാണ്ടുകളുടെ നിദ്രയിൽ നിന്നും ഭാരതമിതാ ഉണർന്നിരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ നിദ്രയിൽ നിന്നുണർന്ന ഭാരതം ഇതുവരെ ഉറങ്ങാതെ മുന്നോട്ടു പോവുകയാണ്. രാജ്യത്തിന്റെ ജനാധിപത്യം ഇതുവരെ പണയപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്നും നമ്മുടെ ഭാരതം നിലനിൽക്കുന്നു. മതേതരത്വം എന്ന് പറയുന്നത് ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി നിലനിൽക്കുകയാണ്. ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസികൾ സ്വന്തം വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നു, അതോടൊപ്പം തന്നെ അന്യന്റെ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ബഹുസ്വരതയാണ് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ കേരളത്തിലെ ശബരിമല, തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി, ബീഹാറിലെ ബോധ്ഗയ, രാജസ്ഥാനിലെ അജ്മീർ, ഇവിടേക്ക് പോകുന്നത് ആ മതത്തിൽപ്പെട്ടവരോ ആ വിശ്വാസികളോ മാത്രമല്ല. വാവരസ്വാമിയെ തൊഴുതിട്ടാണ് ശബരിമലയിലേക്ക് അയ്യപ്പന്മാർ പോകുന്നത്. മൂകാംബികയിൽ ഉത്സവ സമയത്ത് അവിടുത്തെ നമ്പൂതിരി പോറ്റി തലയിൽ വയ്ക്കുന്ന തലപ്പാവ് ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ടിപ്പു സുൽത്താൻ നൽകിയതാണ്. ഗുജറാത്തിനകത്തെ ഒരു മുസ്ലിം പള്ളിയുടെ പേര് റാണി മസ്ജിദ് രൂപമതി എന്നാണ്. ഒരു ഹിന്ദു സ്ത്രീയുടെ പേരിൽ ഒരു മുസ്ലിം പള്ളി ഇന്നും ഗുജറാത്തിനകത്തുണ്ട്. ഇപ്പൊ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ വർഗീയ കലാപങ്ങളുടെ നാട് മാത്രമല്ല, മറിച്ച് മതേതരത്വത്തിന്റെ ഏറ്റവും മഹനീയമായ മുഖം. ദർഗകൾക്കകത്തു പോലും രജപുത്ര സമുദായത്തിൽപ്പെട്ടവർ ഭക്ഷണം കൊടുക്കുന്ന ഏറ്റവും മഹനീയമായ മതേതരത്വത്തിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന നാടാണ് നമ്മുടെ ഭാരതം. പക്ഷേ ഈ ഭാരതത്തിന്റെ മതേതര പൈതൃകത്തെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി ഇവിടെ ചിലർ കടന്നു വന്നിരിക്കുകയാണ്. അവിടെയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ മറ്റൊരു വാചകം നമ്മൾ ഓർക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് കുറിച്ചിട്ടിരിക്കുന്നു, Who lives if India dies? Who dies if India lives? ഇന്ത്യ മരിക്കുകയാണെങ്കിൽ ആരാണ് ജീവിച്ചിരിക്കുക? ഇന്ത്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആരാണ് മരിക്കുക? ഞങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തിനോട് ചോദിക്കുന്ന ചോദ്യം,
ഞങ്ങൾ ഡിവൈഎഫ്ഐ ഈ നാടിന്റെ ക്ഷുഭിക യൗവനം ഇവിടുത്തെ പൊതുസമൂഹത്തിനോട് വളരെ വിനയത്തോടുകൂടി ചോദിക്കുന്ന ചോദ്യം, ബഹുമാന്യരെ, ഇന്ത്യ മരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിൽ ആരാണ് ജീവിച്ചിരിക്കുക? കേരളത്തിന്റെ പ്രമുഖനായിട്ടുള്ള പ്രാസംഗികൻ, സാഗര ഗർജനം പോലെ സംസാരിക്കുന്ന മനുഷ്യൻ, വാക്കുകൾ കൊണ്ട് വിസ്മയം സൃഷ്ടിക്കുന്ന മനുഷ്യൻ, കാലത്തിന്റെ യവനികയിൽ മറിച്ചുപോയ ശ്രീ സുകുമാർ അഴീക്കോട് പറഞ്ഞ ഒരു വാചകമുണ്ട്: ഒരു കോൺഗ്രസ്സുകാരനായി മരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുമ്പേ കോൺഗ്രസ് പാർട്ടി മരിച്ചുപോയി എന്നാണ് സുകുമാർ അഴീക്കോട് ഒരിക്കൽ സൂചിപ്പിച്ചത്. അതേ അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ ഇന്ത്യക്കാർ പോവുകയാണ്. ഇന്നെല്ലാവരും ഫേസ്ബുക്കിൽ ഇട്ടു, പ്രൗഡ് ടു ബി എ ഇന്ത്യൻ. ഒരു ഇന്ത്യൻ ആകുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങൾ ഈ സമൂഹത്തോട് ചോദിക്കുന്നു, നാളെ ഈ ഇന്ത്യ മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ആരാണ് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുക? ഇന്ത്യ മരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ BJPയുടെ ഗവൺമെന്റ് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് പല പേരാ. രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നെന്തോ ഇന്ത്യയുടെ സംസ്കാരത്തെ ഉണർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് കടന്നു വന്നുകൊണ്ടിരിക്കുക. ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ അറിവിൽ കേരളത്തിലും ഇന്ത്യയിലും നിക്കർ ധരിക്കുന്ന 2 വിഭാഗമേ ഉള്ളൂ. ഒന്ന് LP സ്കൂളിലെ പിള്ളേര്, പിന്നൊന്ന് RSSകാരന്മാര്. നിക്കർ ഇട്ടുകൊണ്ട് ടിൻഡൂമന്മാരെ പോലെ കടന്നു വരുന്ന ഈ RSSകാരന്മാരാ വലിയ തോതിൽ അങ്ങ് രാജ്യസ്നേഹം പറയുന്നത്. ചെരുപ്പിടില്ല, ചെരുപ്പിട്ട ഭൂമിദേവിക്ക് നോവുമെന്നാ പറയുന്നത്. ഭൂമിദേവിക്ക് നോവുമെന്ന് പറഞ്ഞ് ചെരുപ്പിടാതെ നടക്കുന്ന യവന്മാരാണ് ഗുജറാത്തിനകത്ത് നിറഗർഭിണിയായിരുന്ന സ്ത്രീയുടെ വയറ്റിലേക്ക് ശൂലം കുത്തിക്കയറ്റി ഗർഭസ്ഥ ശിശുവിന് ശൂലം